ഇന്ന് 43 സജ്ജീകരണങ്ങളോടുകൂടി നമ്മുടെ സ്കൂൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ വാഹനം കൊണ്ടുള്ള കാര്യം പറഞ്ഞു. ഇത് ജന്മനാ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ദുഃഖിക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കാഴ്ചപ്പാടുമാണ് നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ബഡ്സ് സ്കൂൾ ആരംഭിക്കാനും അത് ശക്തിപ്പെടുത്താനും ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഏത് മേഖലയിലാണ് ഈ ഗവൺമെൻറ് കൈവെക്കാത്തത്? ചിലർ പറയുന്നുണ്ട് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന്. ഞാൻ എണ്ണി പറഞ്ഞല്ലോ, നമ്മൾ ചിലത് തൊട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സമസ്ത മേഖലയിലും കൈവച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യം. എത്ര ദുഃഖമില്ല എന്ന് പറഞ്ഞാലും ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. പക്ഷെ നമ്മളതിനെ മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം അവരെങ്ങനെ മറികടക്കും? അങ്ങനെ മറികടക്കുന്നതിനും അവർക്കൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ബഡ്സ് സ്കൂൾ ശക്തിപ്പെടുത്തുന്നത്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും ബഡ്സ് സ്കൂൾ ആരംഭിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ അത് ആരംഭിച്ചു. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബഡ്സ് സ്കൂളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ബഡ്സ് സ്കൂൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മനസ്സിലായി. സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നുകൂടി ഇവിടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസത്തിനും ഉത്തേജത്തിനും ഉണ്ടാവില്ല എന്ന് നമ്മളോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അവർ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്.